അതിനുശേഷം നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അന്ന് മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ആ ഭൂമിദേവിനെ ചവിട്ടിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഭൂമിദേവിയോട് സോറി പറയും, ക്ഷമ പറയും. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണു ഭക്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വം. രാവിലെ മുതൽ ഞാൻ വൈകിട്ട് വരെ ചവിട്ടാൻ പോവാണ്, ക്ഷമിച്ചേക്കണേ. ചേച്ചി, നിങ്ങൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളെയും ദേവിയും ദേവനുമായി കണ്ടിട്ട് ഈ ലോകത്തിന് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഒരു ഗ്രഹം മാത്രമാണ്. സൂര്യനായാലും ചന്ദ്രനായാലും ഭൂമിയായാലും ഒക്കെ ഓരോ ആകാശഗോളങ്ങൾ മാത്രമാണ്. അതിനെ ദേവിയായിട്ട് ദേവനായിട്ട് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ 10,000-2000 കൊല്ലം അങ്ങനെ കണ്ടിട്ട് യാതൊരുവിധ ഗുണം ഈ ലോകത്തിന് ഉണ്ടായിട്ടില്ല. ഭൂമിയിൽ പണിയെടുത്തും ഭൂമിയിൽ ജീവിച്ചും ഭൂമിയിൽ വെട്ടിയും ഭൂമിയിൽ നടന്നും ഭൂമിയിൽ അപ്പിട്ടും ഭൂമിയിൽ തുപ്പിയും ഒക്കെ തന്നെയാണ് നമ്മളെല്ലാവരും വളർന്നിട്ടുള്ളത്. അതായത് ഭൂമിനെ പൂജിച്ചും ഭൂമിനെ ദേവിയായി കണ്ടിട്ടൊന്നും ലോകത്ത് ഒരു കാര്യം നടന്നിട്ടില്ല. അങ്ങനെ ലോകത്തിനൊരു 10 പൈസയുടെ ഉപയോഗം ഉണ്ടായിട്ടില്ല. ഈ ഭൂമിനെ ഭൂമിയായിട്ട് കണ്ട ആൾക്കാർ, ഭൂമിനെ ഒരു ഗ്രഹമായിട്ട് കണ്ട ആൾക്കാർ, ചന്ദ്രനെ ഒരു ഗ്രഹമായിട്ട് ഉപഗ്രഹമായിട്ട് കണ്ട ആൾക്കാർ, ബാക്കിയുള്ള ചൊവ്വേനെയും ഇതിനെയൊക്കെ ഓരോ ആകാശഗോളങ്ങളായിട്ടുള്ള കണ്ട ആളുകളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുള്ളൂ. പണ്ട് കാലത്തൊക്കെ ചില രീതിയിലുള്ള വാനശാസ്ത്ര വികസനമൊക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലും ഇല്ലാണ്ടാക്കിയത് ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതി ചിന്തകളും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആധുനിക സമൂഹം വളർന്നു വന്നത് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ചിന്തകളും മാറ്റി വെച്ചിട്ടാണ്. അതായത് ഭൂമിയെ ഭൂമിയായി കണ്ടും മണ്ണിനെ മണ്ണായി കണ്ടും മനുഷ്യനെ മനുഷ്യനായി കണ്ടിട്ടുമാണ് വളർന്നത്. ഈ ഭൂമിനെ പൂജിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ, അല്ലെങ്കിൽ ഭൂമിയുടെ അനുവാദം ചോദിച്ച് ഭൂമിയിൽ കാല് വെച്ച് ചവിട്ടി നടക്കുന്നതിനെ മാപ്പപേക്ഷിച്ച ആൾക്കാർ മനുഷ്യന്മാരെ തീണ്ടാപ്പാട അകലത്തിൽ വെച്ച ആൾക്കാരായിരുന്നു. മനുഷ്യർക്ക് പുല്ല് വില കൽപ്പിച്ച ആൾക്കാരായിരുന്നു. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാത്ത ആൾക്കാരായിരുന്നു. മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ വേറൊരു മനുഷ്യന് നടക്കാൻ പറ്റില്ലായിരുന്നു. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ അവകാശമുള്ള സ്ഥലത്ത് കൂടെ മനുഷ്യന് നടക്കാൻ അവകാശമില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹം ആധുനിക സമൂഹത്തിലേക്ക് മാറിയത് നിങ്ങൾ ഈ പറഞ്ഞ ചിന്താഗതിയൊക്കെ ഒഴിവാക്കിയിട്ടാണ്. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആധുനിക മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക.